ഷാജി പാപ്പൻ സലാമലിക്കും വീരം പാപ്പൻ ബാലൻ പാപ്പൻ ബാലന്റെ ലോകത്തേക്ക് സോറി ബെഡ്റൂക്ക് ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലന്റെ ലോകത്തിൽ സൂപ്പർമാനായി പിന്നെ നല്ലൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് അറിയാണ്ട് ബാലന്റെ ലോകം എന്ന് വരുന്നതാണ് മനസ്സിലായി. പിന്നെ ഞാൻ ഷാജി പാപ്പൻ ആട് 3 കാണാൻ പോയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന്. രസമുണ്ട്, പക്ഷേ അത്രയ്ക്കില്ല, ആവറേജ്. പക്ഷെ ചിരിക്കാനൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷെ 1-ൻ്റെ 2-ൻ്റെ അത്രയും വരുന്നില്ല എന്ന് ആൾക്കാരും പറയുന്നത്, അതുകൊണ്ട് ഞാനും പറയുന്നു. പിന്നെ ഒരു പാർട്ടും കൂടി വരാനുണ്ട്, അപ്പോൾ അറിയാം. എൻ്റെ ചാനലിൽ മൂവി റിവ്യൂ ആക്കുന്നില്ല, ഞാൻ എന്തായാലും ഇന്ന് ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാ പറയാം. പിന്നെ വാഴ 2 ഒക്കെ വരുമ്പോൾ ഞാൻ കാണാൻ പോകുന്നുണ്ട്, അപ്പം നിങ്ങളോട് പറയാട്ടെ അങ്ങനെയുണ്ട് റിവ്യൂ എന്നൊക്കെ. അപ്പം ഞാൻ ഈ ഒരു പ്രൊജക്ട് ബോർഡിലോട്ട് 2 ഗോളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ മെഗാ മോബ് ഫാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ എൻ്റെ വേൾഡിൽ ഒരു ജാപ്പനീസ് വില്ലേജ് ഉണ്ടാക്കും. പിന്നല്ല ഫുള്ള്. പിന്നെ വേറെ മൈൻ ഏരിയ, പിന്നെ എൻ്റെ ഒരു സ്റ്റാച്ചുവും ബാലുവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കാൻ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉള്ള എനിക്ക് EXP ഇല്ല. എൻ്റെ EXP ഉണ്ടോ? EXP ഇപ്പോൾ എനിക്ക് മൗസ് കഴ്സർ വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല. കണ്ടോ, അതിന് EXP വേണം. ഒരു EXP എങ്കിലും വേണം മിനിമം ഒരു പേര് ഇതാക്കാൻ, ഒരു നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു EXP വേണം. അതുപോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വലിയ മാളികത്തിൽ ഒന്നാമത്തെ റൂം നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു റൂം ഫുള്ള് ഞാൻ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു നോർമൽ വീട് പോലെ തന്നെ ആക്കും. മൈൻക്രാഫ്റ്റ് തിങ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് വൈകിക്കാണ്ട് ആ മണ്ടന്മാരെ പിടിച്ചിട്ടിട്ട് ബ്രീഡറാക്കി വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അത് ഓട്ടോമാറ്റിക് തന്നെ വേണം. അതിന് പണിയുണ്ട്, റെയിലൊക്കെ വേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ വില്ലേജസിന് കിട്ടുകയും ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് അവന്മാരെ വെച്ചിട്ട് എനിക്ക് പിന്നെ അയൺ ഫാമോ എന്ത് ഫാമുകളിലും ഉണ്ടാക്കാം, ട്രേഡിംഗ് ഹാളോ എന്തോ വെച്ചുണ്ടാക്കാം. അവന്മാരെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ആദ്യം ആ പൊട്ടന്മാരുടെ കൂടെ പോയിട്ട് എനിക്ക് വട്ട് പിടിക്കണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇത് തന്നെ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഈ ഒരു റൂമിൽ ഈ സ്റ്റോൺ ബ്രിക്സ് താഴാക്കിയ പോലെ അത് ഇപ്പുറത്തും കൊണ്ടാക്കാം. എൻ്റെ സ്റ്റോൺ ബ്രിക്കും സ്റ്റോണൊക്കെ തീർന്ന് സ്റ്റോൺ ബ്രിക്ക് കിട്ടി. ഇപ്പം ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ വെക്കട്ടെ. എല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റാം. അവൻ പറഞ്ഞ വേറെ 2 പ്രൊജക്റ്റൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് EXP കിട്ടുവാണെങ്കിൽ ഞാൻ അത് അപ്പം തന്നെ ആഡ് ചെയ്യാം. ഈ ഒരു എപ്പിസോഡിൽ തന്നെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോറും തിരിച്ചു നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു EXP ആയി എൻ്റെ കയ്യിൽ. കോളിൻ്റെ ആവശ്യം വരാൻ ചാൻസ് കൂടുതലാണ്. കോളിന് ഒന്നും കൂടെ ഉള്ളൂ. ഇപ്പം അവിടെ നിന്ന് ഞാൻ ലേശം ആയതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ആ ഒരു കോബിൾ സ്റ്റോൺ ബ്രിക്സിലോട്ടാക്കാൻ, അത് സ്റ്റോണിലോട്ട് മാറ്റാൻ പറ്റൂല. അവരുണ്ടായിരുന്ന കോളും കൂടി കത്തം ഹോഗയ. എനിക്ക് മൈൻക്രാഫ്റ്റിൽ ഒട്ടും ഇഷ്ടമുള്ള സംഭവം എന്താ അറിയോ? ഈ മൈനിങ് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവം. അവന്മാർ നോക്കുന്നുണ്ട് തന്നെ 1 2 വേറെ ആർക്കും കൂടി ഉണ്ട്. എനിക്കത് വെച്ച് ബാക്കിയുള്ള എല്ലാം ഇഷ്ടമാണ്. മൈൻക്രാഫ്റ്റിലെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ബിൽഡിങ്സ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. PvP ഇഷ്ടമാണ്. റെഡ്സ്റ്റോൺ അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇത്ര ദൂരത്തുനിന്ന് പൊട്ടുമോ? അയ്യോ കൊല്ലല്ലേ. ഇവിടെ കോളുണ്ട്. കൊല്ലല്ലേ. എടാ വില്ലേജർ സോംബി ആയല്ലോ. അടിക്കില്ല മച്ചാനെ, കുനിഞ്ഞിരിക്കടാ, ഷീൽഡ് വർക്കാവുണ്ടേ. ഓ മൈ ഗോഡ്, ഐ ആം കുക്ക്ഡ്. ഓക്കെ, അണ്ണാച്ചി പറഞ്ഞ് അബേ ഭയ്യ मैं कुछ नहीं मालूम, मैं हिंदी नहीं. അടിക്കില്ലേ. ഇനി കുഴപ്പമില്ല. ഇനി കൊല്ലാം നമുക്ക്. അതിന് നമുക്കിതൊന്ന് വന്ന് ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്രീപ്പർ വരുന്നുണ്ട്. ഇനി പോളാൻ വഴിയില്ല. പോടാ. സ്പിയർ ഉപയോഗിക്കാനുള്ള സമയമായി. കൊന്ന് ഇതൊക്കെ ഒന്ന് ഇവിടെ ടോർച്ച് പേട്ടെ. ഇവിടെ ഇഷ്ടംപോലെ കോളുണ്ട്, പക്ഷെ ഇഷ്ടംപോലെ മോബ്സും ഉണ്ട്. അവനെ കൊന്നു. ഇതെന്തേ ഇടാ നരഭൂജികളെ, നീയൊക്കെ സോംബി ആയിട്ട് സോംബി വർഗത്തിലെ സോംബീൻ്റെ തന്നെ റോട്ടൺ ഫ്ലഷ് കൈ പിടിച്ചുകൊണ്ടിരിക്കും. ഇതെന്ത് ഇവിടെ പൊട്ട സമ്മേളനോ? അല്ലടാ. അതെന്താ ഞാൻ ഇതൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ ഓരോരുത്തന്മാർ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സമയത്ത് ഞാൻ പോലും അറിയാണ്ട് ഓരോ നേരത്തെ തന്നെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ മർദ്ദിക്കുന്നുണ്ട്. കൊണ്ട് തീർക്കണം. എത്ര പേരെ വരുന്നത്? അവൻ പറന്നുപോയി. വാ മോനെ, ഒന്ന് പൊട്ടിച്ചെറുക്കടാ. എല്ലാവരും പറന്നു എന്നാണല്ലോടാ. ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും പറക്കാനുള്ള ശേഷിയുണ്ട് സാർ. മോനൊന്ന് പൊട്ടറാ. നൈസ് ഇട്ടാ, നല്ല കുട്ടി. നിനക്ക് എന്താടാ? നിനക്ക് എന്താ വേണ്ടേ?
മതിയായില്ലേ എല്ലാവരും കൂടി എന്നെ കൂട്ടപ്പീടനം. ഞാൻ പോന്നു നിർത്തിക്കോ. ഓ പടച്ചട്ടി കിട്ടിട്ട് വരുന്നു. അത് ബ്ലോക്ക് വരുന്നില്ല. ഇനി ഇവിടെ ഒരു ഏരിയ മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് സോംബി സ്പോൺ ആവില്ല. കാര്യം ഈ വില്ലേജർ മണ്ടന്മാരാണെങ്കിലും ഇവന്മാർ സോംബി വില്ലേജർ ആയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇല്ലാത്തടത്ത് നിന്ന് ബുദ്ധി കിട്ടുന്നുണ്ട്. ഓ ഞാൻ ഇവിടെ ഇല്ല. ഓ ഇതിൽ കൂടെ വരുമോ? ഇല്ല, ലൈഫ് ഫുള്ളാവട്ടെ. കാണിച്ചു തരാം എന്നെ. വാ ഞാൻ ഇവിടെ ഉണ്ട്. വാ ഉള്ളിലോട്ട് വാ. വാ. അയ്യോ അടിക്കല്ലേ. നൈസ്. നമുക്ക് മെല്ലെ കയറി എല്ലാത്തിനും അണ്ടർ ടേക്ക് ഡൗൺ ചെയ്യാം. സൂപ്പി വേഗം വെച്ചോ. അയ്യോ കണ്ണി നോക്കണ്ട പോവാ. ഓ ഇവിടെ എന്താ? നമുക്ക് എൻ്റർമാനെ കൊല്ല അതിൻ്റെ കൂടെ. പക്ഷെ അടുത്ത് പോയിട്ട് ലേശം വരും. അധികം ഡാമേജ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് കാണുമ്പോൾ ചെറിയ ആണെങ്കിലും ഇച്ചിരി കുറേ ദൂരമുണ്ട്. അവിടെ ഇവനൊന്നും മതിയായി. നീക്ക് ഏത് കാട്ടിന്ന് ഇറങ്ങി വരുന്നു ഈ ഗുഹേൻ്റെ അകത്ത്? എവിടെ കാട്? പിക്കാസ് വെച്ച് എന്നെ കൊല്ലൂടാ. നിന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കോളെടുക്കാൻ വന്ന് ഞാൻ മിക്കവാറും ഇവിടുത്തെ അയൺ വെച്ചിട്ട് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ വന്ന ദൗത്യം നമുക്ക് പൂർത്തിയാക്കാം. കോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ്. കാരണം എക്സാം ആണ്, അതുകൊണ്ടാണ്. ഏതാ ക്ലാസ് എന്നും അറിയില്ല. അഥവാ എൻ്റെ ക്ലാസ് അറിയാവുന്ന 1-2 പേരുണ്ട്. അവന്മാർ കമൻറ്റ് വന്ന് ഇടണ്ട ഞാൻ ഏതാ ക്ലാസ് എന്നൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും ഗോളൊക്കെ പറഞ്ഞു തരുന്ന എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന എൻ്റെ ഉണ്ണിയേട്ടൻ. അയാൾ പറയണ്ട ഞാൻ ഏതാ ക്ലാസ്. ആരും അറിയണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഇപ്പോൾ തൽക്കാലം. പിന്നെ ഞാൻ ഡിസ്കോഡ് ഡിസ്കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ബാലൻ, അങ്ങനെയല്ല പേര്, ബെഡ്റൂക്ക് ബാലൻ തന്നെയാണ് എൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ എന്നോട് സർവർ SMB അങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഇട്ടോളുക. ഞാൻ SMBയിൽ കയറുവാണെങ്കിലും ഇപ്പോൾ ഏതൊരു സർവറിൽ കയറുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാൻ ചാൻസ് കുറവായിരിക്കും. ഞാൻ ഓഫ്ലൈനായിട്ട് കളിക്കുന്നല്ലാണ്ട് ഇത് ഞാൻ കളിക്കാൻ തന്നെ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ഞാൻ ഈ ഇങ്ങനത്തെ വേൾഡൊക്കെ എനിക്ക് കളിക്കാൻ ഇഷ്ടം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇടാൻ ഇഷ്ടം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ഇടാമല്ലോ. എനിക്ക് വീഡിയോ ഇടുന്ന മൈൻക്രാഫ്റ്റ് യൂട്യൂബറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കണ്ടൻസ് ഇടായിരുന്നു. ഞാൻ കുറേ ഗെയിംസ് കളിക്കുന്നുണ്ട് മൈൻക്രാഫ്റ്റ് അല്ലാണ്ട്. ഇത് സ്റ്റോറി മോഡ് ഗെയിംസ്, PS5 ഗെയിംസ് ഒക്കെ അത് PC ഇറക്കൂല അവർ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടോം റൈഡർ ഉണ്ട്. ടോം റൈഡർ കഴിയാറായി. ഇനി ലാസ്റ്റ് ഒരു ബോസ് ഫൈറ്റും കൂടിയുള്ളൂ. അതുപോലെ ഞാൻ ഓൾറെഡി കുറച്ച് ഗെയിംസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഏതൊക്കെയാണ് പറഞ്ഞുതരാം. ടോം റൈഡർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കളിച്ച ഗെയിംസും കൂടി പറയുന്നില്ല, വാങ്ങി വെച്ചിട്ട് കളിച്ച ഗെയിംസ് പറയുന്നില്ല. ഇനി കളിക്കാനുള്ള ഗെയിംസ് റൈസ് ഓഫ് ദ ടോം റൈഡർ, അത് ടോം റൈഡറിൻ്റെ സെക്കൻഡ് ഗെയിം. പിന്നെ അസാസിൻസ് ക്രീഡ് വാൽഹാല, ജഡായി ഫാളൻ ഓർഡർ ആയിരുന്നോ സർവൈവർ ആയിരുന്നു? ജഡായി ഫാളൻ ഓർഡർ, സർവൈവർ സെക്കൻഡാണ്. അതൊക്കെ കളിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓഫർ വരുമ്പോഴും പിന്നെ അല്ലാണ്ട് വാങ്ങും. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ. അന്ന് ഞാൻ വീഡിയോ ഇടില്ല. അതിൻ്റെ വീഡിയോ ഇടുന്ന സുഖമൊന്നും മൈൻക്രാഫ്റ്റിൻ്റെ അത്ര വരില്ല. എന്തായാലും കുറേ പേർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് മനസ്സിലായി. കുറച്ച് പേർക്ക് ഇഷ്ടമല്ലാണ്ട്. അയ്യോ ഇവിടെ 1 ഷോട്ട്. എനിക്കെതിരെ എന്തൊക്കെയോ ഭീഷണിയൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നായിരുന്നു. അങ്ങനെ കണ്ടായിരുന്നു. ഞാൻ ഗുണ്ടയുണ്ട്. ഞാൻ പിന്നെ അവന്മാരൊന്ന് വെറുതെ വിട്ടു. നാട്ടിലൊന്ന് ചോദിച്ചാൽ മതി ഞാൻ ആരാന്ന്. എൻ്റെ ചെക്കന്മാർക്കറിയാം. ഇപ്പോഴത്തെ ലോക്കൽ സ്കൂളുകളിലെ LKG തൊട്ട് 3ാം ക്ലാസ് വരെയുള്ള പിള്ളേർ എൻ്റെ അണ്ടറിലാണ്. അവന്മാർ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ജെട്ടി വരെ തൂക്കും. 3 കൂടി മതി, അതിപ്പോൾ തന്നെ കിട്ടും. എനിക്ക് ഒരു സ്റ്റാക്കും 6 കോളും കിട്ടി. ഈ ഒരു 6 കോൾ എടുത്ത് ഇതിനോട്ട് വെക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് അയൺ ആർമർ സെറ്റാവും. അപ്പോൾ ഞാൻ മനസ്സിൽ വെക്കാത്തൊരു ഗോൾ ഈ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ആവും, അയൺ ആർമർ. എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന മിക്കവരും സുധി അണ്ണൻ്റെ വീഡിയോയും കാണുന്നതായിരിക്കും. എന്നാലുമല്ലോ, കാരണം മൈൻക്രാഫ്റ്റ് വീഡിയോ കാണുന്നവർ മിക്കവരും സുധീൻ്റെ കണ്ടിട്ടുണ്ടാവും. കാണാണ്ടിരിക്കാത്തവരുണ്ടാവില്ല മലയാളികൾ. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു സുധീൻ്റെ ഒരു ചെറിയൊരു തോന്നുമായിരിക്കും. കാരണം എല്ലാവരും നിങ്ങൾ പുതിയ മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നോക്കി സുധീൻ്റെ ആയിരിക്കും. സുധീൻ്റെ കണ്ടന്റ് കോപ്പി അടി. അതായത് സുധി ഇപ്പോൾ സ്കൈ ബ്ലോക്ക് അല്ലേ കളിക്കുന്നത്, 1 ബ്ലോക്കോ സ്കൈ ബ്ലോക്കോ ഏതൊരു ബ്ലോക്ക് കളിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അതാ സ്കൈ ബ്ലോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്കൈ ബ്ലോക്കാണ് ഇപ്പോൾ കൂടുതൽ യൂട്യൂബേഴ്സ് ഇടുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർ സുധീൻ്റെ ഇൻട്രോ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാട്ടിൽ കയറിയിട്ട് 2 പഴം വിഴുങ്ങാൻ പോവുകയാണ്. ഞാൻ മിമിക്രിയൊക്കെ ചെയ്യട്ടോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? സുധീൻ്റെ സൗണ്ട് പോലെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ സുധി അണ്ണൻ, ഞാൻ സുധി അണ്ണനെ കളിയാക്കുന്നല്ല കേട്ടോ, ഇതേപോലെ സുധി അണ്ണൻ സംസാരിക്കുന്ന പോലെ തന്നെ ആൾക്കാർ വീഡിയോ എടുത്തിടുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും.
പിന്നെ ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. എന്നെ അത്യാവശ്യം 100 പേർക്ക് അറിയാമെന്നറിഞ്ഞപ്പോൾ, അതായത് 100 പേരെന്ന് പറയുന്നത് യൂട്യൂബിൽ ചെറുതായിരിക്കും, പക്ഷെ റിയൽ ലൈഫിൽ 100 പേരൊക്കെ എന്താ വെച്ചാൽ വലുത്. യൂട്യൂബിൽ എനിക്ക് അത്യാവശ്യം സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ലാങ്ങിൽ തന്നെ എൻ്റെ ജില്ലയിലെ ആ ഒരു ഭാഷയിൽ ഞാനും സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കും സുധിയണ്ണ സ്വന്തം അങ്ങനെ ആ സൗണ്ട് മാത്രം ഉണ്ടാക്കി സംസാരിക്കുന്നതെന്ന്. പക്ഷേ സുധിയണ്ണൻ സംസാരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്കറിയാം സുധിയണ്ണൻ്റെ വീടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ അമ്മ വീടിൻ്റെ അടുത്താണ് സുധിയണ്ണൻ്റെ വീട്. സുധിയണ്ണൻ്റെ ശരിക്കുള്ള ഒരു സുധീഷ്. അപ്പോൾ സുധിയണ്ണനും ഞാനും പണ്ട് കളിക്കുമായിരുന്നു കേട്ടോ. സുധിയണ്ണൻ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ പോലെ ഈ കല്ലും മണ്ണൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി കളിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെക്കന്മാരുണ്ട്. അവന്മാർ ഫുള്ള് ഗ്യാങ്. അവന്മാർ LKG തൊട്ട് 3ാം ക്ലാസ് വരെ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. സുധിയണ്ണനാണെങ്കിൽ അന്നേരം 8ലായിരുന്നു. സുധിയണ്ണനാണെങ്കിൽ അവന്മാരെ കണ്ടാൽ നിക്കറിലപ്പോൾ എടുക്കും. അങ്ങനെ ഒരു ദിവസമാണ് എന്നെ എൻ്റെ അമ്മ ഇവരിൽ നിന്ന് രക്ഷിക്കുക കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടാക്കി. ഞാനങ്ങനെ സുധിയണ്ണനെ കരാട്ടെ പഠിപ്പിച്ചു. എനിക്കറിയാവുന്നതല്ല ഞാൻ സുധിയണ്ണനും പറഞ്ഞു കൊടുത്ത്. സുധിയണ്ണൻ +2 എത്തിയപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. ആ സമയത്ത് ഞാനും സുധിയണ്ണനും കൂടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മൈതാനത്തിലോട്ട് വിളിച്ച് നിലംപരിശാക്കി. പിന്നല്ല, അവന്മാരുടെ ലീഡറിൻ്റെ ജെട്ടി സുധിയണ്ണൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്കായി. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ വീഡിയോൻ്റെ ലിങ്ക് എടുത്ത് സുധിയണ്ണൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലിട്ടിട്ട് ഇത് കണ്ടു നോക്കി. ഇതിനകത്ത് എത്രാമത്തെ മിനിറ്റ് കൊണ്ടാണോ ഞാൻ പറയുന്നത് ആ മിനിറ്റ് തൊട്ട് കേട്ടോക്കെ. സുധിയണ്ണൻ പറയും സത്യമാണ്. സുധിയണ്ണൻ ഇപ്പോൾ നമ്മളൊന്നും ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും മിക്കവാറും. സുധിയണ്ണനൊക്കെ ഇപ്പോൾ വളർന്ന് കയറിയില്ലേ, അപ്പോൾ എന്നെയൊക്കെ മറന്നിട്ടുണ്ടാവും. എന്നെ അറിയില്ലാന്നും സുധിയണ്ണൻ അങ്ങനെ ചെയ്തില്ലാന്ന് പറഞ്ഞാൽ പച്ചക്കള്ളാണ്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇന്നലെയും കൂടി എന്നെ വിളിച്ചിട്ട് കല്ലപ്പം ചുട്ടുന്നതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് പോയുള്ള ഓക്കെ. ഇനി എൻ്റെ ജീവിത കഥകൾ ഇനിയും വരും. ആയണായപ്പോഴത്തേക്ക് നന്നായി. ലേശം വെടിക്കഥകൾ ഇട്ടുകൊണ്ട് സമയം പോയി അറിഞ്ഞില്ല. ഞാൻ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സോഡ് തൊട്ട് ശവല് വരെയുള്ള. ഇനി എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ എൻ്റെ ഈ ഒരു കോപ്പർ ആർമറിൻ്റെ ഓർമ്മയ്ക്കായി എനിക്കൊരു ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കണം. നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പോയിട്ട് 2nd ഫ്ലോറൊക്കെ ഉണ്ടാക്കി. പക്ഷേ റെക്കോർഡ് ചെയ്യാത്തത് എന്തായിരുന്നു വെച്ചാൽ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട വിചാരിച്ച്. ഇതുപോലെ ഞാൻ ഡിസൈൻ ചെയ്തിരുന്നില്ല, താഴത്തെ പോലത്തെക്കാട്ടിലൊന്നും ഡിസൈൻ ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായല്ലോ. ഒരു അടുക്കള പോലെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ക്യാമ്പ് ഫയർ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഞാനൊരു എൻ്റെ വീഡിയോയിൽ കമൻറ്റിലെടുത്തും ഒരാൾ പറഞ്ഞാണ്, കാണുമ്പോൾ മനസ്സിലായില്ല ഇതൊരു അടുക്കള പോലെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ക്യാമ്പ് ഫയർ ആയി കുക്ക് ചെയ്യാനാണ്, ക്യാമ്പ് ഫയർ വഴി. എന്നോട് ഒരാൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ, അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച്. ഇങ്ങനെ നിൽക്കും. ഇത് എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം. ഇനിയിപ്പോൾ ഇത് കുക്കാവട്ടെ. ഇവിടെ പിന്നെ സ്മോക്കർ ഉണ്ട്, ഫർണസ് ഉണ്ട്. ഇത് ഫ്രിഡ്ജിന് പകരം ഷെൽഫിലെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. ഇനി ഫർണസിലോ സ്മോക്കറിലോ ഇട്ട് സ്മോക്ക് ആക്കാനോ ഫർണസ് ചെയ്യാനോ ഇവിടെ കോളുണ്ട്. പിന്നെ ഇത് അടുക്കള പോലെയാണ്. അപ്പോൾ ഇവിടെ ഫുഡ് മാത്രമേ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. വേറെ ഗ്ലാസ് വാങ്ങാണ്ടിയൊന്നും കുറച്ച് കാലത്തേക്ക് ഇവിടെ ചെയ്യും. പക്ഷെ അതിന് ശേഷം ഓട്ടോ സ്മെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുള്ളൂ. ഇതാ കിട്ടി. അയ്യോ, എല്ലാം കിട്ടി. അപ്പോൾ ഇതെടുത്ത് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് വാ, ഇതിലോട്ട് കയറിയിട്ട് ഇതിങ്ങോട്ട് വാ, ചീക്ക പിടിച്ചിരുന്നോ. അത്രയാണ് ഇതിൻ്റെ മണ്ടയിൽ. പിന്നെ ഞാൻ ആ ഒരു സ്മോക്ക് പുറത്ത് വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മണ്ടയിൽ നിന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. കുഴപ്പമില്ല, ബോറൊന്നും ആയിട്ടില്ല. വേണമെങ്കിൽ ഒരു ചിമ്മിനി ഉണ്ടാക്കാമെന്ന്, പക്ഷെ അത് വേണ്ട. ഇനി ആ വില്ലേജർ ബ്രീഡറും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഗോളൊക്കെ കഴിയും. അപ്പോൾ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വില്ലേജർ ബ്രീഡർ ഒന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇവിടെ അവന്മാർ ഞാൻ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ. ഈ വീട്ടിൽ ആ വീട്ടിൽ തന്നെ. ഇനിയിപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് ഉണ്ടാക്കി വെക്കാം. അതായത് ആ വില്ലേജർ ബ്രീഡർ. എന്നിട്ട് ആ മണ്ടന്മാരെ അതിലോട്ട് തുറന്ന് വിടുമല്ല നമ്മൾ, വെറുതെ ബോട്ടി കയറ്റി ഇവന്മാർ ഇവിടം വരെ കൊണ്ടുവരണം. അത് നമുക്ക് റോപ്പ് വെച്ച് സിമ്പിളായിട്ട് ബോട്ടി കെട്ടി വലിച്ചുകൊണ്ട് വരാവുന്നേ ഉള്ളൂ. ഉണ്ടാക്കിയ പോലെ തന്നെ ഞാൻ ഇതിലും വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ മരമാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഒരു മിഡീവൽ സ്റ്റൈൽ കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ഫാംസ് ഒക്കെ കൂടുതലും അവിടെ ഒരു വലിയ പ്ലെയിൻ സ്ഥലം ഞാൻ കാണിച്ചില്ലേ, അങ്ങോട്ട് ഉണ്ടാക്കാനാണ് എൻ്റെ ഐഡിയ. പക്ഷെ ഞാനെന്താ ഇത് ഇങ്ങോട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വില്ലേജർ ബ്രീഡർ, കാരണം ഈ മണ്ടന്മാരെ ഇവിടുന്ന് അവിടം വരെ കൊണ്ടുപോകുന്നതിനെക്കാട്ടും നല്ല എളുപ്പം ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാത്രം ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ബാക്കിയുള്ള ഫാംസ് എല്ലാം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുള്ളൂ. ഞാൻ അവിടെ അത് ഉണ്ടാക്കി കഴിയുകയും ചെയ്ത്, ഒരുത്തനെ കയറ്റുകയും ചെയ്ത്. ഇനി ഇവനെയും കൂടി കയറ്റിയാൽ ഈ ഒരു വില്ലേജർ ബ്രീഡർ കഴിയും. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവന്മാരിപ്പോഴും മൈ ഗാഡ്, ഇവന്മാർ നമ്മൾ വിചാരിച്ചല്ല, ഇവന്മാർ ഇച്ചിരി സ്പെഷ്യലാണ്. ഇവന്മാർ അഗ്രഗണ്യനാണ് ഈ ബിസിനസ്സിലെ. എന്ത് ബിസിനസ്സിൽ മനസ്സിലായില്ലേ? ആ ബിസിനസ്സിൽ തന്നെ. തുറന്നു വിടാം സാറുങ്ങളെ. അഴിച്ചു വിട്ടപാടും
ഇപ്പോഴേ തോട്ടിങ് കൊച്ചു കള്ളന്മാർ. ഇവന്മാരുടെ ഓൾറെഡി ക്യാരറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇതിപ്പോൾ സുഖമായല്ലോ അല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഞാൻ ഡബിൾ മീനിങ് ആക്കുന്നതിൻ്റെ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കുറയ്ക്കണം ഡബിൾ മീനിങ്. ഓൾറെഡി ഫാമേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴേ പണി തുടങ്ങിയത്. ഇതിൻ്റെ ഒറിജിനൽ പേരെന്താന്നൊക്കെ ഞാൻ ഈ അടുത്തൊന്നും പറയുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, അത് പറയാൻ പറ്റൂല. പിന്നെ ഞാൻ 1K അടിച്ച് കഴിയുമ്പോൾ പറ്റുമെങ്കിൽ പറയാം. 1K ഒക്കെ അടിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും തോന്നുന്നു. എപ്പോൾ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മെല്ലെ ഇങ്ങനെ പോവാം. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ബേബീസൊക്കെ അയ്യോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നു. ഞാൻ ആ ട്രാപ്പ് ഡോർ അടച്ചു വെച്ചായിരുന്നു. ഈ ഒരു ബെഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ ഓടി വരും, എൻ്റെ ബെഡിൽ ചാടി കളിക്കാൻ വേണ്ടിയിട്ട്. അവന്മാരുടെ കണ്ണിൽ ട്രാപ്പ് ഡോർ എന്ന് പറയുന്നൊരു ഫുഡ് ബ്ലോക്ക് ആയിരിക്കും, പക്ഷെ നമുക്കെല്ലാം അറിയുള്ള ട്രാപ്പ് ഡോർ ആണെന്ന്. ഇടുമ്പോൾ അവന്മാർ ആ കുഴി കൂടെ അങ്ങോട്ട് വീണോളൂ. ട്രാപ്പ് ഡോർ അപ്സൈഡ് ഡൗൺ വെച്ചേക്കുന്നതുകൊണ്ട് വലിയതായ വില്ലേജേഴ്സിനൊന്നും പോകാനും പറ്റൂല. ഇന്ന് വിചാരിച്ച് ഗോളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. നിരാശം വെടിക്കഥകളും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ.